ഹായ് ഹലോ ലേറ്റസ്റ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സി-മാറ്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതല്ലേ. ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ, അത് സി-മാറ്റ് വരെയാണ് പറഞ്ഞത്. ഇനി അതിൽ ബാക്കിയിരിക്കുന്ന ഒന്നാണ് സൈറ്റ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സൈറ്റ്. അത് പ്രവർത്തനം ആരംഭിച്ചത് 1998-99 കാലഘട്ടത്തിലാണ്. അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നമ്മുടെ വി ശിവൻകുട്ടി സാറാണ്. വൈസ് ചെയർമാനായിട്ട് വരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ചെയർമാൻ സെക്രട്ടറി ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണാം കേട്ടോ. ഇനി ചെയർമാനും വൈസ് ചെയർമാനും അടങ്ങിയ 16 അംഗ ബോർഡാണ് മേൽനോട്ടം വഹിക്കുന്നത്. പ്രധാന ചുമതല എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വീഡിയോ, ഓഡിയോ പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കലും വിതരണം ചെയ്യലുമാണ് ഇതിൻ്റെ പ്രധാന ചുമതല. കൂടാതെ മറ്റു പ്രവർത്തനങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുക, കുട്ടികളുടെ സിനിമയ്ക്കാവശ്യമായ സാങ്കേതിക ജ്ഞാനം കൈമാറൽ, പരിശീലനം നൽകൽ എന്നിവ ചെയ്യുക. ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കൽ. ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സിനിമ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ, അതൊക്കെയാണ്. പാഠ്യവിഷയങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കൽ. വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയെക്കുറിച്ച് സാമൂഹിക അവബോധം സൃഷ്ടിക്കൽ. ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കൽ. വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പ്രവേശന സാമഗ്രികൾ തയ്യാറാക്കൽ. ഈസി എൻട്രൻസ് പ്രോഗ്രാം ഉണ്ടാവില്ലേ, അതൊക്കെ ചെയ്യൽ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വികസിപ്പിക്കൽ. വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കൽ. ഇത്രയുമാണ് സൈറ്റിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു വിദ്യാഭ്യാസ സമിതിയാണ്, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പേരാണ് കൈറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഇതിൻ്റെ ഫുൾ ഫോമൊക്കെ ഓർത്ത് വെച്ചിരുന്നോളൂ കേട്ടോ, ഇൻ്റർവ്യൂവിന് എന്തായാലും ചോദിക്കും. സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലോ സർക്കാർ സഹായത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. 2001 മുതൽ ഉണ്ടായിരുന്ന IT@ സ്കൂൾ എന്ന പ്രൊജക്റ്റിനെയാണ് 2017 ഓഗസ്റ്റിൽ കൈറ്റാക്കി ഉയർത്തിയത്. ICTയിലൂടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് സർക്കാർ എയ്ഡഡ് മേഖലകൾക്ക് ഉപദേശക റോളിലോ കൺസൾട്ടൻ്റായോ കൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില സംരംഭങ്ങളാണ്: 1. സമേതം, കേരള സ്കൂൾ ഡാറ്റാ ബാങ്ക്, കേട്ടിട്ടുണ്ടായിരിക്കും. 2. കൂൾ, ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് സംവിധാനം. കൂളിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. LP UP ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അടുത്തത് ഹൈടെക് സ്കൂൾ, വിക്ടേഴ്സ് ചാനൽ 2006 ആരംഭിച്ചു. എഡ്യൂസാറ്റിൻ്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഏത്? വിക്ടേഴ്സ് ചാനൽ. പിന്നെ ഒന്നാണ് സമഗ്ര അക്കാദമിക് റിസോഴ്സ് പോർട്ടൽ, സ്കൂളുകളുടെയും കോളേജുകളുടെയും നവീകരണം. ഇതൊക്കെയാണ് മറ്റു പ്രവർത്തനങ്ങളായിട്ട് വരുന്നത് കേട്ടോ. സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ 2010 അത് ആരംഭിച്ചത്. മറ്റൊന്നാണ് സ്കൂൾ വിക്കി, ICT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ്. പിന്നീട് ലിറ്റിൽ കൈറ്റ്സ്. ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത് സ്കൂൾ തല IT ക്ലബ്ബുകൾ പദ്ധതിയാണ്. 2018 ജനുവരി 22 ആരംഭിച്ചത്. ഇനി SCERTയുമായി സഹകരിച്ച് ICT പാഠപുസ്തകങ്ങൾ കൂടി ഈ ഒരു കൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കൈറ്റിൻ്റെ വിശദാംശങ്ങൾ. അടുത്തതാണ് ഡയറ്റ്, ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ്. നമുക്ക് DLED വിദ്യാർത്ഥികൾക്ക് സുപരിചിതമാണ് അല്ലേ. ഇനി ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയേണ്ട, അവർക്ക് കൂടുതൽ പരിചിതമായിരിക്കും. എന്നാലും ഈ ഒരു ഇൻ്റർവ്യൂ സമയത്ത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നു. 1986 ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് റവന്യൂ ജില്ലാടിസ്ഥാനത്തിൽ ഡയറ്റുകൾ സ്ഥാപിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഡയറ്റുകൾ സ്ഥാപിതമായ വർഷമാണ് 1989. 3 ഘട്ടങ്ങളിലായിട്ടാണ് 14 ജില്ലകളിലും ഡയറ്റുകൾ സ്ഥാപിച്ചത്. 1992 എല്ലാ ജില്ലകളിലും ഡയറ്റുകൾ സ്ഥാപിതമായി. ഡയറ്റിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? എലിമെൻ്ററി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വികസിപ്പിക്കുക. പ്രീ സർവീസ്, ഇൻ സർവീസ് എന്നീ 2 വിഭാഗങ്ങളാണ് ഡയറ്റിലുള്ളത്. ഈ 2 വിഭാഗങ്ങളിലായിട്ട് 7 ഫാക്കൽറ്റികൾ ഉണ്ട്. ഡയറ്റിൽ പ്രവർത്തിക്കുന്ന 7 ഫാക്കൽറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, സർവീസ് ഫീൽഡ് ഇൻറ്ററാക്ഷൻ, ഇന്നൊവേഷൻ ആൻഡ് കോർഡിനേഷൻ, എഡ്യൂക്കേഷണൽ ടെക്നോളജി, കരിക്കുലം മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ഡിസ്ട്രിക്റ്റ് റിസോഴ്സ് യൂണിറ്റ്, പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ. ഇതിൽ ഈ 7 ഫാക്കൽറ്റികളിൽ PSTE എന്ന് പറയുന്നത്, അതായത് പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ, അതുമാത്രമാണ് പ്രീ സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. മറ്റെല്ലാ ഫാക്കൽറ്റികളും ഇൻ സർവീസ് വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു PSTE ഫാക്കൽറ്റിയുടെ നേതൃത്വത്തിൽ 40 അധ്യാപക വിദ്യാർത്ഥികൾക്ക് 2 വർഷം അധ്യാപക പരിശീലനം നൽകുന്നുണ്ട്. ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അധ്യാപക പരിശീലന കേന്ദ്രമാണല്ലോ അല്ലേ? ഓരോ ഡയറ്റിലും പ്രിൻസിപ്പൽ ഉൾപ്പെടെ 21 ഫാക്കൽറ്റികൾ ഉണ്ടാകും. പ്രീ സർവീസിൽ 8ഉം മറ്റു ഫാക്കൽറ്റിയിൽ 2 വീതം ഫാക്കൽറ്റികളാണ് ഉള്ളത്. ഡയറ്റിന് അധ്യാപക പരിശീലനം മാത്രമല്ല, മറ്റ് ഒട്ടനവധി ചുമതലകൾ കൂടിയുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. സബ് ജില്ലാ, വിദ്യാഭ്യാസ ജില്ലാ തലങ്ങളിലുള്ള വിദ്യാലയങ്ങളുടെ അക്കാദമിക ചുമതല. സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായ BRCയുടെ അക്കാദമിക ചുമതല. ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജമാക്കൽ. പാദവാർഷികം, അർദ്ധവാർഷികം, വാർഷിക പരീക്ഷകൾ തുടങ്ങിയവയുടെ ചോദ്യപേപ്പർ നിർമ്മാണം. പ്രഥമ അധ്യാപക പരിശീലനങ്ങൾ, റിവ്യൂ മീറ്റിങ്ങുകൾ എന്നിവയുടെ അക്കാദമിക ചുമതല. ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ റിവ്യൂ യോഗങ്ങളുടെ അക്കാദമിക ചുമതല. വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അക്കാദമിക മോണിറ്ററിംഗ് നടത്തേണ്ടത് ഡയറ്റാണ്. ത്രിതല പഞ്ചായത്ത് പദ്ധതി രൂപീകരണത്തിന് നേതൃത്വം നൽകൽ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും SSKയുടെയും ഡയറ്റുകളുടെയും പദ്ധതി രൂപീകരണം. SCERT, CMAT, കൈറ്റ്, പരീക്ഷാ ഭവൻ, DPI എന്നിവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഫാക്കൽറ്റിയുടെ സേവനം ലഭ്യമാക്കൽ. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ. തുല്യതാ പരിപാടി. പെൺകുട്ടികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിദ്യാഭ്യാസത്തിൽ ഇടപെടൽ. ഭിന്നശേഷിക്കാർക്കുള്ള അക്കാദമിക പിന്തുണ ഉറപ്പാക്കൽ. അതുപോലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള സാമഗ്രികളുടെ നിർമ്മാണവും അതിൻ്റെ വിനിമയവും. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് പോലെ തന്നെ പ്രഥമ അധ്യാപകർക്കും മറ്റ് അധ്യാപകർക്കുമുള്ള സഹായ സാമഗ്രികളുടെ നിർമ്മാണവും അതിൻ്റെ വിനിമയവും. ക്ലാസ്സിൽ നേരിടുന്ന പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ട്രൈ ഔട്ടുകൾ നടത്തണം. പഠന പ്രക്രിയ ലളിതമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക. പ്രഥമ അധ്യാപകർക്ക് മാനേജ്മെൻറ്റ് പരിശീലനം, അക്കാദമികവും ഭരണപരവുമായ പരിശീലനം എന്നിവ നൽകുക. ജില്ലയിലെ കലാകായിക പ്രവൃത്തി പരിചയ പഠനം ഏകോപിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയറ്റിൻ്റെ ചുമതലകളുമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സൈറ്റ്, കൈറ്റ് ആൻഡ് ഡയറ്റ് ഒക്കെയാണ്. 3ഉം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, കേൾക്കുക. ഓരോ സമിതിയുടെയും ചുമതലകൾ കൃത്യമായിട്ട് പഠിക്കുക. കൈറ്റ് എന്തായാലും ഇൻ്റർവ്യൂവിന് ചോദിക്കും. അതിൻ്റെ കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിന് കൈറ്റിലെ കുറച്ച് ഹൈടെക് സ്കൂൾ, അതുപോലെ സമേതം, പിന്നെ കൂള്, അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് അറിയാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. മുൻപത്തെ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ അറിയാത്തവർക്കായിട്ട് ആ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ നന്നായിട്ട് കേട്ട് വായിച്ച് മനസ്സിലാക്കി, അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പോയിൻ്റ് പോലെ ഒന്ന് കുറിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഇരിക്കും അത് പെട്ടെന്ന്. ഓക്കെ, എന്നിട്ട് ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കുറേ പേരുടെയൊക്കെ ഡേറ്റ് അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം കേട്ടോ.